like, share, subscribe. കരുനീലിയുടെ അത്ഭുത സിദ്ധികൾ എന്തൊക്കെയാണ്? മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും. മന്ത്രവാദത്തിൻ്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പരിവേഷമാണ് സഹതാപ മന്ത്രവാദം അഥവാ സിമ്പതറ്റിക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ മന്ത്രവാദ സമ്പ്രദായത്തിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ സദൃശ്യം, ചിന്താനിയമം തുടങ്ങിയ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സമ്പ്രദായങ്ങളിൽ അടിസ്ഥിതമായിട്ടുള്ളതാണ് ഈ സിമ്പതറ്റിക് മന്ത്രവാദം അഥവാ സഹതാപ മന്ത്രവാദം എന്ന് പറയുന്നത്. സദൃശ്യം സദൃശ്യത്തെ സൃഷ്ടിക്കുന്നു, കാര്യം കാരണത്തിൻ്റെ സാമ്യം വഹിക്കുന്നു തുടങ്ങിയ ചില ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലകളിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആഗ്രഹ സഫലീകരണമാണ് ഇത്തരം മാന്ത്രിക പ്രവൃത്തികളുടെ എല്ലാം തന്നെ അടിസ്ഥാനം. ദൃശ്യം സദൃശ്യത്തെ സൃഷ്ടിക്കുന്നു എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ മാന്ത്രിക കർമ്മങ്ങളിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ബാധ ആവാഹനങ്ങളിലെല്ലാം നമ്മൾ വെള്ളി കൊണ്ടുള്ള ബിംബങ്ങൾ ഉണ്ടാക്കി ഈ ബാധയെ അങ്ങോട്ട് ആവാഹിക്കുന്നത് ഈ ദൃശ്യം സദൃശ്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ള ആ ശാസ്ത്രീയ വശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മൾ അറിയാതെയും അറിഞ്ഞും ചെയ്യുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. പുലിയുടെ നഖവും പുലിപ്പല്ലുമെല്ലാം തന്നെ കഴുത്തിൽ അണിഞ്ഞു നടക്കുക. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ സദൃശ്യം എന്ന് പറയുന്ന വസ്തു, അതായത് പുലിയുടെ നഖമോ പല്ലോ, അത് നമ്മൾ ധരിക്കുമ്പോൾ പുലിയുടേതായിട്ടുള്ള വീര്യവും ധൈര്യവും നമുക്ക് ലഭിക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനയുടെ വാല് കൊണ്ട് മോതിരമുണ്ടാക്കി ധരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആനയുമായൊരു സദൃശ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പുലിയുടെ നഖം നമ്മൾ ധരിക്കുമ്പോൾ പുലിയുമായൊരു സദൃശ്യം നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ മാന്ത്രിക കാര്യത്തിന് അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മോതിരം കെട്ടുന്നതും പുലിനഖം അണിയുന്നതുമെല്ലാം തന്നെ ആ ഒരു സദൃശ്യത നമ്മളിലേക്ക് പകർന്നു കൊടുക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി, ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കരുനീലി എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കുന്ന അത്ഭുത സിദ്ധ യന്ത്രം. ഈ കരുനീലിയുടെ എല്ലാ സിദ്ധികളും നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് കരുനീലിയുടെ അത്ഭുത സിദ്ധ യന്ത്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത്തരം സിദ്ധയന്ത്രം? ഈ കരുനീലി എന്ന് പറയുന്ന ആ ദേവതയെ പോലെ അതേ പേരുള്ള ഒരു വൃക്ഷം ആന്ധ്രാപ്രദേശിലെ കടലാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അവിടെയുള്ള ഒരു വനത്തിൽ വളരുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേര് കൂടിയാണ് കരുനീലി എന്ന വൃക്ഷം. ആ വൃക്ഷം കണ്ടെത്താനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാനായിട്ടുള്ളൊരു മാർഗം, ഈ കരുനീലി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എപ്പോഴും നാഗസാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമുക്ക് ദൃശ്യവുമാണ്. ഇത്തരം വനത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള കരുനീലി എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിയാൽ അവിടെ നാഗത്തെ കാണാം, ഇല്ലെങ്കിൽ നാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സാന്നിധ്യവും സാമീപ്യവും നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ കാതൽ, അതിൽ ഈ സിദ്ധയന്ത്രം തയ്യാറാക്കി ധരിച്ചാൽ കരുനീലി സാന്നിധ്യം, അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം മാന്ത്രികരുടെ ഇടയിലുണ്ട്. പല മാന്ത്രികരും മന്ത്രസിദ്ധിക്ക് വേണ്ടിയും രക്ഷയായിട്ടും ഒക്കെ തന്നെ
അതിൻ്റെ ഈ ഏലസ് അത് വെള്ളി കെട്ടി കഴുത്തിൽ അണിയാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കിയ മാന്ത്രിക വടി അവരുടെ പൂജാമുറിയിലും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്നത് തങ്ങൾ ആരെയാണോ ഉപാസിക്കുന്നത് ആ ഉപാസനയ്ക്ക് പെട്ടെന്ന് സിദ്ധി വരുന്നതിന് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഈ കരിനീലി വൃക്ഷത്തിൻ്റെ കാതൽ പൂജ ചെയ്ത് അതൊരു വെള്ളിയുടെ കൂടിലാക്കി കഴുത്തിൽ ധരിച്ചാൽ തങ്ങൾ ഏത് മൂർത്തിയെയാണോ ഉപാസിക്കുന്നത് ആ മൂർത്തി പെട്ടെന്ന് ഇവർക്ക് വശംവദരാകും. ഇല്ലെങ്കിൽ ഏതു മന്ത്രമാണോ നമ്മൾ ജപിക്കുന്നത് ആ മന്ത്രം പെട്ടെന്ന് ആ ഉപാസകന് സിദ്ധി വരും എന്നുള്ളതാണ് സത്യം. ഏത് മൂർത്തിയാണ് അയാൾ ആവാഹിച്ചാലും ഏത് മൂർത്തിയെ അയാൾ ഉപാസിച്ചാലും ആ മൂർത്തിയുടെ സാന്നിധ്യം പെട്ടെന്ന് ലഭിക്കുവാനായിട്ട് സിദ്ധി കിട്ടുവാനായിട്ടാണ് ഈ കരിനീലിയുടെ സിദ്ധയന്ത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് ധരിക്കുന്നവരെ ഒരു തരത്തിലുള്ള ദുർമൂർത്തികളും വാദകളും അവരെ പിടികൂടുക ഇല്ലെന്ന് മാത്രമല്ല, ഏത് സ്ഥലത്തു കൂടി അവർക്ക് യാത്ര ചെയ്ത് പോകാനും അവർക്ക് സാധിക്കും. പെട്ടെന്ന് ചില ബാധകൾ കൂടുന്ന ആൾക്കാർ, അതുപോലെ ആഭിചാരമൂർത്തികൾ പ്രവേശിച്ചിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷ നേടുവാനായി സാധിക്കുന്ന ഒന്നുകൂടിയാണ് ഈ കരിനീലിയുടെ സിദ്ധ ഏലസ് ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് അവരുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സഫലീകൃതമാകാനും ഈ ഏലസിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കും. ഈ തടി പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ പനനീര് ഇവ ചേർത്ത മിശ്രിതത്തിൽ ഇട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നത്, അതായത് ഇത് വെള്ളി കെട്ടി പൂജ ചെയ്ത ഈ ഏലസ് തങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പച്ചക്കർപ്പൂരവും പനനീരും ചേർത്ത മിശ്രിതത്തിൻ്റെ ഉള്ളിലാക്കി ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ആ കുടുംബത്തിന് നല്ല ഐശ്വര്യമുണ്ടാകുന്നതിനും അവരുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ഫലിക്കുന്നതിനും അവരുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലിക്കുന്നതിനും കാര്യസാധ്യം നേടുന്നതിനും ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ചൊവ്വാദോഷം ഉള്ള ആളുകൾക്ക് ചൊവ്വായുടെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് വളരെ അധികം അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. ചൊവ്വാദോഷം കൊണ്ട് വിവാഹം നടക്കാതിരിക്കുക, വിവാഹം നടന്നതിന് ശേഷം ചൊവ്വാദോഷത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയ്ക്ക് പരിഹാരം ആയിട്ടും ഈ വസ്തു ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വ്യാപാരികൾ വ്യവസായികളും ഒക്കെ തന്നെ അങ്ങോട്ടുണ്ടാകുന്ന കോമ്പറ്റീഷനുകൾ, കിടമത്സരങ്ങൾ, പലപ്പോഴും ഇത്തരം ആഭിചാരങ്ങൾ ചെയ്ത് മറ്റുള്ള ആളെ തകർക്കുന്ന അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന ഒരു രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഈ വസ്തു, നേരത്തെ പറഞ്ഞ മിശ്രിതത്തിൽ വച്ച് സൂക്ഷിക്കുന്ന ഈ വസ്തു, അത് ഇത്തരം ആഭിചാര ദോഷങ്ങളെല്ലാം മാറുവാനും അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകൃതമാകാനും ഈ കരിനീലി എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ കാതൽ കൊണ്ട് സിദ്ധി ചെയ്തുണ്ടാക്കുന്ന ഏലസ് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ മന്ത്രവാദികൾക്ക്, ജ്യോതിഷികൾക്ക് അവയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ, എതിരാളികളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, മറ്റ് ബാധാമൂർത്തികളിലുണ്ടാകുന്ന ആവേശങ്ങൾ, അവരുടെ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, ഇവയെല്ലാം ഒരു പരിധിവരെ മാറുവാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത്, അത് ഏത് മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ, ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തികൾക്ക് ഗുണപരമായിട്ടുള്ള ആനുകൂല്യം ഉണ്ടാകുവാനും ബിസിനസ് സ്ഥാപനങ്ങളിൽ നഷ്ടത്തിൽ പോയിരിക്കുന്ന ആൾക്കാർക്ക് ആ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് വളർച്ചയുണ്ടാകാനും തങ്ങളുടെ എതിരാളികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും ബാധാമൂർത്തികളിൽ നിന്ന് രക്ഷപ്പെടുവാനും അതുപോലെ തന്നെ ആഭിചാരം, കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അതിന് ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു പൂജയും ചെയ്യാതെ തന്നെ അതിൽ നിന്നെല്ലാം രക്ഷ നേടുവാനും ശത്രുത ദോഷമുള്ളവർക്ക് ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാനും അതുപോലെ തന്നെയാണ് കേസും മറ്റു കാര്യങ്ങളൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുവാനും എല്ലാം തന്നെ ഈ അത്ഭുത വൃക്ഷത്തിൻ്റെ കാതലിൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഏലസിന് അതിൽ നിന്ന് ഇവർക്ക് എല്ലാ ഗുണഫലം ഉണ്ടാകുവാനും സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കഴുത്തിൽ മാത്രമേ ധരിക്കുവാനായിട്ട് പാടുള്ളൂ. മറ്റ് ഏലസുകൾ ധരിക്കുന്ന പോലെ അരയിലൊന്നും ഈ ഏലസ് ധരിക്കുവാനായിട്ട് സാധിക്കില്ല. അത് ഈ കാതലിൽ വെള്ളി ചുറ്റി
അത് ലോക്കറ്റ് പോലെയാക്കി കൊണ്ടു നടക്കാം, ഇല്ലെങ്കിൽ ഏലസിൻ്റെ ഉള്ളിൽ ഇത് നിറച്ചും കൊണ്ടു നടക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇത് ഏലസിൻ്റെ ഉള്ളിൽ മാത്രമേ നിറച്ചുപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റു തരത്തിലുള്ള അശുദ്ധികളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരു കവചം കൂടി ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത് ഏലസ് ആ തടിയുടെ പുറമെ വെള്ളി കൊണ്ടൊരു കവചം ഉണ്ടാക്കി അത് ധരിച്ച് നടക്കാൻ സാധിക്കും. പക്ഷേ ഈ രണ്ടു പേർക്കും ഇത് കഴുത്തിൽ മാത്രമേ ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് പ്രചാരമില്ലാത്തതും എന്നാൽ ഈ ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലുള്ള കർണാടകം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും യന്ത്രത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിദ്ധ വൃക്ഷത്തിൻ്റെ കാതലാണ് ഇത് പൂജാമുറിയിൽ മന്ത്രവാദികൾക്ക് ഉപയോഗിക്കാമെങ്കിൽ അത് അവർക്ക് മന്ത്രക്കോലായിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത ആളുകൾക്ക് വീട്ടിൽ സൂക്ഷിക്കുവാനും ഏറ്റവും നല്ല ഒരു വസ്തുവാണ് ഇത്. ഒരു കേരളത്തിൽ അത്രയ്ക്ക് പ്രചാരമില്ലാത്ത ഒരു വസ്തു കൂടിയാണ് ഇത്. വളരെ രഹസ്യമായിട്ടുള്ളൊരു മന്ത്രവിധിയിൽ കൂടി ഈ ഗോത്ര സംസ്കൃതിയുടെ ആളുകളും അതുപോലെ മലബാർ സമ്പ്രദായം പോലെയുള്ള മാന്ത്രിക സമ്പ്രദായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളത്. അവരാണിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയും സാധനങ്ങൾ ധരിച്ചു കൊണ്ട് നടക്കുന്നത് ഈ പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നായിട്ട് ഉള്ളതാണ്. Like, share, subscribe.